ആക്രമിച്ചതിൽ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുത്തില്ലെന്ന് ആരോപണം. തൃശൂർ ഒല്ലൂർ സ്വദേശി ആഷസ്ലിൻ, ആൻമരിയ എന്നിവരാണ് ആക്രമണത്തിനിരയായത്. നായയുടെ ആക്രമണം ഉണ്ടായതിന് പിന്നാലെ ഇരു കൂട്ടരും തമ്മിൽ സംഘർഷമുണ്ടായെന്നാണ് പോലീസ് വിശദീകരണം. ഇരുവരുടെയും പരാതിയിൽ കേസെടുക്കുമെന്ന് മണ്ണുത്തി പോലീസ് പറഞ്ഞു. തമിഴ്നാട് രജിസ്ട്രേഷനിൽ ഒരു വണ്ടി വന്ന് നിന്നതിന് രണ്ട് വലിയ നായ്ക്കൾ, റൂട്ട് വീലർ എന്ന് പറയുന്ന നായും അതുപോലെ തന്നെ വേറൊരു അതിലും വലിയൊരു നായും കൂടി ഇറങ്ങി എൻ്റെ മകളുടെ ദേഹത്തേക്ക് ചാടിക്കയറാൻ നിന്നപ്പോൾ അവൾ ഓടിപ്പോയി എൻ്റെ മകൻ്റെ അടുത്ത് ചെന്ന് അവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ അവന് മുറിവേറ്റു. അവന് ഇഞ്ചക്ഷനും അതിൻ്റെ കോഴ്സുമായിട്ട് നടക്കുകയാണ്. അതിനുശേഷം മകൾക്ക് ഭയങ്കരമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ പനിയായിട്ടിരിക്കുകയാണ്. അപ്പം നിലവിൽ അവർ പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് ഈ അജിത ബീഗം എന്ന് പറയുന്ന ഒരാൾ ഞങ്ങളുടെ കൂടെയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കൊരു പുല്ല് വിലയാണ്, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മണ്ണുത്തിയിലേക്ക് ചെന്ന് പരാതി കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 1 മണിക്കൂറിന് ശേഷം അവർ ഈ വണ്ടികൾ പിടിച്ചെടുത്തു. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു രേഖകളോ ഇല്ലാതെ ആ നായ്ക്കളെ അവർ വിട്ടുകൊടുക്കുകയും വണ്ടി വിട്ടുകൊടുക്കുകയും പ്രതികളെ വിട്ടുകൊടുക്കുകയും ചെയ്തു. അതിൽ നമുക്ക് പോലീസിനോടുള്ള വിശ്വാസം പോയി. കൂടുതൽ വിവരങ്ങളുമായി അഖിൽ ചേരുന്നു. അഖിൽ, പരാതി ലഭിച്ചിട്ടും പോലീസ് കേസെടുക്കാത്തത് എന്തുകൊണ്ടാണ്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിശദീകരണം? അതിനാ പോലീസ് പറയുന്നത്, അതായത് ഈ സംഭവത്തിന് ശേഷം രണ്ട് കൂട്ടരും തമ്മിൽ, അതായത് ഇരു വിഭാഗങ്ങളും തമ്മിലൊരു വാക്കുതർക്കമൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ അവരെ മർദ്ദിച്ചു എന്ന പരാതി മറ്റവർ നൽകിയിട്ടുണ്ടെന്നാണ്. സ്വാഭാവിക രണ്ടുപേർക്കെതിരെ കേസെടുക്കുമെന്ന് പറയുന്നു. പക്ഷേ അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. നിലവിൽ ഇപ്പോൾ ഇവർ ആദ്യം പരാതി നൽകിയത് ഈ നായയുടെ ആക്രമണം നേരിട്ടവരാണ്. അന്ന് തന്നെ എഫ്ഐആർ ഇട്ട മറ്റ് നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഞായറാഴ്ച സംഭവം നടന്നിട്ട് ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയായിരിക്കുന്നു. എന്നിട്ടും ഇതുവരെ ഇതിൽ ഒരു കേസ് എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ കുടുംബം ആരോപിക്കുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് ഈ നായയുടെ ഉടമകൾക്ക് ബന്ധമുണ്ട്. അതാണ് ഇത്തരത്തിൽ കേസെടുക്കാൻ പോലീസ് മടിക്കുന്നതെന്നൊരു ആശയമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഈ ആൻമരിയും ആഷ്ലിൻ, ഈ രണ്ടുപേർക്കെതിരെ ആണ് നായയുടെ ആക്രമണം ഉണ്ടായത്. ആൻമരിയ റോഡിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഈ വളർത്തു നായ്ക്കൾ ഓടി വന്ന് ഈ ആൻമരിയെ കടിക്കാൻ ശ്രമിച്ചത്. അപ്പോഴാണ് സഹോദരനായ ആഷ്ലിൻ ആൻമരിയെ എടുത്തുയർത്തിയത്. അതിൽ ആഷ്ലിന്റെ കാലിലും കയ്യിലും ഒക്കെ കടിച്ചു എന്നാണ് പറയുന്നത്. ഇവർ ജനറൽ ആശുപത്രിയിൽ, തൃശൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടാണ്. ഇത്തരത്തിൽ ചികിത്സ തേടിയതിന്റെ രേഖകൾ അടക്കമുണ്ടായിട്ടും പോലീസ് ഇപ്പോഴും ഈ ഇത്തരത്തിൽ ഒരു കേസ് എടുക്കുന്നതിൽ ഒരു വൈഷമ്യം കാണിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പോലീസ് രണ്ടുപേർക്കെതിരെ കേസ് എടുക്കുമെന്ന് പറയുമ്പോഴും ഇത്ര ദിവസം എന്തുകൊണ്ട് കേസ് എടുത്തിട്ടില്ല എന്നുള്ള ചോദ്യം അപ്പോഴും അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് അതിന് പിന്നിൽ ഉണ്ട്. അതാണ് ഇത്തരത്തിൽ കേസെടുക്കാൻ പോലീസ് മടിക്കുന്നു എന്നൊരു കാര്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ആതിര, വിവരങ്ങൾ നൽകിയത് അഖിലായിരുന്നു.